നിയമസഭകളും പത്രത്താളുകളും സിനിമയും പിറക്കുന്നതിന് മുൻപേ സാഹിത്യമെന്ന വാക്കുപോലും അർത്ഥം കണ്ടെത്തുന്നതിന് മുൻപേ മനുഷ്യൻ ഒത്തുകൂടിയിരുന്നു. കത്തിയേരിയുന്ന തീക്കുണ്ടങ്ങൾക്ക് ചുറ്റും അവർ വട്ടം നിന്നു. അവിടെ അവർ കഥകൾ ആടിത്തീർത്തു. ഒരാൾ വേട്ടക്കാരനായി, മറ്റൊരാൾ കൊടുങ്കാറ്റായി, വേറൊരാൾ ബലി ചോദിക്കുന്ന ദൈവമായി. അവിടെ ഉടൽഭാഷയായി മാറി. ചലനങ്ങൾ ദർശനങ്ങളായി, വികാരങ്ങൾ രാഷ്ട്രീയമായി. ആദിമ മനുഷ്യൻ തൻ്റെ കഥ പറച്ചിലിന് ലിപി നൽകും മുന്നേ നടത്തിയ കണ്ടുപിടുത്തം നാടകം. നാടകം കേവലം ഒരു കലാരൂപമല്ല. സംസ്കാരം അതിൻ്റെ വേഷപ്പകർച്ചകൾ ശീലിച്ചു നോക്കുന്ന കണ്ണാടിയാണത്. സാമ്രാജ്യങ്ങൾ അതിനെ ഭയപ്പെട്ടു. വിപ്ലവങ്ങൾ അതിനെ ആയുധമാക്കി. മതങ്ങൾ അതിനെ വിശുദ്ധീകരിച്ചു. തടി കൊണ്ട് നിർമ്മിച്ച ആ ചതുരകഷ്ണം കേവലം ഒരു തറയല്ല. ചരിത്രപരമായി അതൊരു ആശയങ്ങളുടെ യുദ്ധഭൂമിയാണ്. നാടകമെന്ന പേര് നാടകത്തിന് വീണു കിട്ടുന്നതിന് മുൻപുള്ള ഒരു കാലവും ഉണ്ടായിരുന്നു. അന്ന് ലിഖിതമായ തിരക്കഥകളില്ല, കാഴ്ചയെ മറയ്ക്കുന്ന തിരശീലകളില്ല, ഇന്ദ്രജാലം ഒളിപ്പിച്ചു വെച്ച അരങ്ങിലെ വാസ്തുവിദ്യകളില്ല. മഴയെ ഓർത്തുവെക്കുന്ന മണ്ണിൽ നഗ്നപാതരായി നിൽക്കുന്ന ഒരു കൂട്ടം. അവർ ഒരു വൃത്തമായി നിന്നു, ഒരേ താളത്തിൽ ശ്വസിച്ചു. ആ വൃത്തത്തിനുള്ളിൽ എവിടെയോ ഒരു വിറയൽ തുടങ്ങി. അതിനെ അവർ ദിത്തിരാം എന്ന് വിളിച്ചു. വീഞ്ഞിന്റെയും ആനന്ദത്തിന്റെയും വേഷം മാറലിന്റെയും ദൈവം, സ്വയം മറക്കുന്നതിന്റെ അപകടകരമായ സൗന്ദര്യമുള്ള ദൈവം. ഡയനോസിയസ്. അവർ ഡയനോസിയസിനെ വിവരിക്കുകയല്ല ചെയ്തത്, അവർ ഡയനോസിയസായി മാറുകയായിരുന്നു. ഐതിഹ്യം പറയുന്നത് തെസ്പിസ് എന്നൊരാളെ കുറിച്ചാണ്. അവൻ ആ കൂട്ടത്തിൽ നിന്ന് വേർപെട്ടു. അയാൾ ഒരു സംഘമായിട്ടല്ല, ഒരു വ്യക്തിയായി സംസാരിച്ചു. അയാൾ സംഘഗാനത്തിന് മറുപടി നൽകി, അവരോട് തർക്കിച്ചു. അയാൾ ഒരു കഥാപാത്രമായി മാറി. അത് ഗ്രീക്ക് ട്രാജഡികളുടെ നട്ടലായി മാറി. അതിനു ചുറ്റും പുതിയ നിർമ്മിതികൾ വളർന്നു. ഇതിവൃത്തം, കഥാപാത്രം, സംഘർഷം, പരിസമാപ്തി. ഡയോനീഷ്യ പോലുള്ള ഉത്സവങ്ങൾ വലിയ നഗരവിശേഷങ്ങളായി മാറി. ആംഫി തിയേറ്ററുകൾ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു. ഈസ്കിലസും സോഫോക്ലിസും യൂറിപ്പിസും അരിസ്റ്റോഫീസും അധികാരത്തിന്റെ ധർമ്മത്തെയും നീതിയുടെ പ്രഹസനങ്ങളെയും കുറിച്ച് അവിടെ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആഥൻസിലെ ഓരോ പൗരനും തന്റെ രാഷ്ട്രീയ സന്ദേഹങ്ങൾ നാടകത്തിലൂടെയാണ് കണ്ടുതീർത്തത്.